കുടുംബകാര്യങ്ങളെക്കുറിച്ച് ഹരൻ സാറുമായി ചോദിച്ചറിയുന്നതിന് മുമ്പ് ഹരൻ സാറിൻ്റെ ഭാര്യയെയും മകനെയും നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. ഇന്ന് സമാഗമത്തിൻ്റെ ഈ വേദി പങ്കിടാനെത്തിയ ശ്രീമതി ഭവാനി ഹരിഹരനെയും ഹരൻ സാറിൻ്റെ മകൻ ആനന്ദ് കിഷോറിനെയും ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ. എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ഒരാളുടെ അല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭനായ ഒരു സംവിധായകൻ്റെ ഭാര്യയുടെ ഒരു ജാടയില്ലാതെ കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ക്ഷേത്രങ്ങളുടെ പരിസരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരാളെ ഭർത്താവായി മോഹിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കാൻ കരുതിയിരിക്കുന്ന ഒരാൾക്ക് അന്നത്തെ കാലത്തൊക്കെ വളരെ മ്ലേച്ഛമാണെന്ന് കരുതി തള്ളിയിരിക്കുന്ന ഈ ഒരു സിനിമയുടെ പുറകെ പോയ ഒരാളെ ഭർത്താവായി സ്വീകരിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് നല്ല പ്രപ്പോസലായിരുന്നു. അപ്പം അങ്ങനെ സമ്മതിച്ചു. അപ്പം അന്നും സാർ സിനിമയുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയല്ലേ അല്ലേ? സിനിമക്കാരൻ തന്നെയാണല്ലോ അന്നും അല്ലേ? 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ലേഡീസ് ഹോസ്റ്റൽ കോളേജുകൾ, അയലസുന്ദരി രാജഹംസം. ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ അപ്പം ചില സിനിമകളൊക്കെ കണ്ടു പരിചയം, പക്ഷേ ഞാൻ ഇവരെ സിനിമ കണ്ടിട്ടില്ല. ശരി. ഒരു സിനിമാ സംവിധായകനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു അങ്ങനെ അന്നത്തെ ഒരു തോന്നൽ? അതൊരു ത്രില്ലിംഗ് ആയിട്ടാണോ തോന്നിയത്, അതല്ലെങ്കിൽ? ഞാൻ ഫോട്ടോ കണ്ട് പരിചയമുണ്ടായിരുന്നു. ശരി. പേപ്പറിൽ ഫോട്ടോ കണ്ടു. ഭർത്താവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് വീട്ടിൽ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ, ദേഷ്യം വരുന്ന ആളാണോ? അല്ല, സ്വാതന്ത്ര്യം തരും. ആണല്ലേ? പക്ഷെ സിനിമാ സെറ്റിലൊക്കെ സാറിനോട് ഒരു ഭയമുണ്ട് ആളുകൾക്ക്. സാറിൻ്റെ സെറ്റൊക്കെ ഒരുപാട് സൈലൻ്റ് ആയി എല്ലാം പ്രൊമോട്ട് ചെയ്യും. ഞാൻ പോയട്രി എനിക്ക് വലിയ ഇഷ്ടമാണ്. പോയട്രി ലിറ്ററേച്ചറൊക്കെ വലിയ ഇഷ്ടമാണ്. ഒക്കെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കവിതകളൊക്കെ എഴുതും. എനിക്ക് ഡ്രാമ സെൻസ് ഇല്ല. ഡ്രാമ എനിക്ക് പക്ഷേ ഫിലോസഫി, പോയട്രി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പാട്ടുകൾ നന്നായിട്ട് ആസ്വദിക്കും അല്ലേ? അപ്പോൾ അതൊക്കെ പ്രൊമോട്ട് ചെയ്യണം. വയലാറിൻ്റെ വലിയ ആരാധികയാണ്. അപ്പോൾ വയലാറിൻ്റെ പാട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോഴും അത് കേട്ടോണ്ടിരിക്കും, അതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. വയലാറിന് മാത്രമല്ല, ഞാൻ എല്ലാ പോയട്രി, ഇംഗ്ലീഷ് ആയാലും ശരി, പിന്നെ ഹിന്ദി ആയാലും ശരി, മലയാളം എല്ലാം, പോയട്രി ലിറ്ററേച്ചർ എല്ലാം നല്ല നോളജിനുണ്ട്. ശരി. അതിനോടാണ് കൂടുതൽ താല്പര്യം, അല്ലാണ്ട് ഡ്രാമ വലിയ ഇഷ്ടമില്ല അല്ലേ? മോൻ എങ്ങനെയാണ് അച്ഛൻ്റെ പടങ്ങൾ നോക്കി കാണുന്നത്? ഒരു സംവിധായകൻ എന്ന നിലയിൽ അച്ഛനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ നഗക്ഷതങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ, സർഗം, ആ സിനിമകളാണ്. അപ്പോൾ എനിക്ക് അന്ന് തൊട്ടേ ആ സീരിയസ് സിനിമകൾ വളരെ ഇഷ്ടമായി. ഇപ്പോൾ എന്താ വെച്ചാൽ അച്ഛൻ സ്റ്റാർട്ടിങ് മുതൽക്ക് ലേഡീസ് ഹോസ്റ്റൽ കോളേജ് ഗേൾ പറഞ്ഞ പോലെ കോമഡി ചിത്രങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ആക്ഷൻ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ത്രില്ലർ, എവിടെയോ ഒരു ശത്രു, പിന്നെ ശരപഞ്ചനം. അങ്ങനെ ഇപ്പോൾ അച്ഛൻ കുറച്ച് കാലങ്ങളായിട്ട് സീരിയസ് പടങ്ങളാണ് എടുക്കുന്നത്. എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, അച്ഛനൊരു ആക്ഷൻ/കോമഡി പടം എടുക്കണമെന്ന് ചേട്ടനൊന്ന് പറയണം. ഞാൻ പറയാം. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ അല്ലേ പഠിക്കുന്നതൊക്കെ അല്ലേ? എപ്പോഴും അച്ഛൻ്റെ പാതയിൽ തന്നെയാണ് വരുന്നത്. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല, എൻ്റെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും നല്ലൊരു ആക്ഷൻ ഫിലിം എടുക്കും. അപ്പോൾ എൻ്റെ പഴയ പടങ്ങളൊക്കെ ടി വിയിൽ പൂച്ച സന്യാസി, അനുരാഗ് കോടതിയൊക്കെ കണ്ടിട്ട് ഇത് അച്ഛൻ ചെയ്തതാണോ? അപ്പോൾ ഇവൻ ആദ്യം കണ്ടിരിക്കുന്നത് ഇപ്പം നക്ഷത്രങ്ങളും പഞ്ചാഗ്നിയൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊക്കെ അച്ഛൻ ചെയ്തതാണോ, എന്നാൽ പിന്നെ ഇങ്ങനെ കുറേ പടങ്ങൾ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇവളെപ്പോഴും പറയുന്നത് അങ്ങനെയാണ്. ഇവളെ തുറന്നു പറയേണ്ട ഇപ്പോൾ സംഗതി, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ എടുക്കും. ആ കൂട്ടത്തിൽ കുറച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇരിക്കട്ടെ, അല്ലാതെ ഈ സാഡായിട്ടുള്ള ഈ മൂഡി സിനിമകൾ വേണ്ട, ദുഃഖം വേണ്ട. കാരണം ദുഃഖം ഒരുപാട് ഉണ്ടെന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ഇന്നത്തെ ജീവിത പോസിറ്റീവായിട്ടുള്ള ദുഃഖമുണ്ട്. പിന്നെ നിങ്ങൾ സിനിമയിലും ദുഃഖം കൊടുക്കണോ എന്നിങ്ങനെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പണ്ട് നഗരമേ നന്ദി മുറപ്പെണ്ണും കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അല്ലേ എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റുകളെ വലിയ ക്യാൻവാസിൽ വലിയ എൻ്റർടൈനറായിട്ട് കൊണ്ടുവന്നത് സാറായിരുന്നു. എം ടിയുടെ ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 വിധത്തിൽ പറയാം. ഒന്ന് കണ്ട് രസിക്കാം, അടിപിടി പാട്ട് ഒക്കെ. മറ്റൊന്ന് നമ്മളെ മനസ്സിനെ തിയേറ്ററിൽ ബന്ധിക്കും. അതൊരു വല്ലാത്ത ബന്ധനം, മനസ്സിനെയാണ് ബന്ധിക്കുന്നത്. അതാണ് എം ടിയുടെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഈ ഉത്സവപ്പറമ്പ് പോലെയുള്ള ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല. 2-4 സീൻ കഴിയുമ്പോൾ നമ്മളെ മനസ്സോടെ പിടിച്ചിടും. അതാണ് വാസ്തവത്തിൽ ഇടവയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയുടെ സക്സസ് ഞാൻ പറയും. ആ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ എം ടി ഒന്നും അങ്ങനെ ഇപ്പോൾ സാധാരണ സിനിമയിലെ പോലെ ഒരുപാട് സംഭാഷണങ്ങളിലൂടെ വിളിച്ച് ബഹളമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് വീട്ടുകാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സാറിൻ്റെ മോൻ മാത്രമല്ലേ വന്നുള്ളൂ, ഇനിയും 2 പെൺമക്കളും 2 കുട്ടികളൂടെ ഉണ്ട്. അവർ 2 പേരും അമേരിക്കയിലാണ്. മൂത്ത മകൾ ചിക്കാഗോയിൽ MBBS കഴിഞ്ഞിട്ട് MT എടുക്കുകയാണ്. രണ്ടാമത്തോളം അമേരിക്കയിൽ ഡാലസിൽ
MS എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇപ്പോൾ റീസെൻ്റായിട്ട് അമേരിക്കൻ എയർലൈൻസിൽ ജോലി കിട്ടി. അമ്മകളിലല്ലേ അടുത്ത് കല്യാണം നടന്നത്? അതെ, മൂത്ത മകളാണ് ഇപ്പോൾ ഈയിടെ കഴിഞ്ഞത്. ആ, ചെറുമകളോട് വിവാഹം കഴിക്കാനുണ്ട്. ആ ശരി. എങ്ങനെയാണ് അച്ഛന് ചേച്ചിമാരോടാണോ കൂടുതൽ സ്നേഹം അതോ എന്നോട് ഇളയമോനോടാണോ? അല്ലേ? അല്ല അച്ഛൻ എല്ലാവരുടെ കൂടെയും വളരെ, അതായത് പുറമേ ഉള്ള അച്ഛൻ്റെ ഇമേജ് വളരെ ഡിഫറെൻറ്റാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നാൽ തന്നെ എന്താ അച്ഛനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എല്ലാവരും പറയുന്നത്. വീട്ടിൽ വന്നാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് ജോളിയാണ്. അതായത് അത് അച്ഛനെടുക്കുന്ന സിനിമകൾ പോലെയൊക്കെ തന്നെയാണ് അല്ലേ? വളരെ ജോളി ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയോ അല്ലെങ്കിൽ സിനിമകളെ പറ്റിയോ അല്ലെങ്കിൽ കോളേജിനെ പറ്റിയോ എന്ത് കാണിച്ചാൽ പറയാം, വളരെ ഫ്രീ ആയിട്ട് അത്യാവശ്യത്തിന് ഫ്രീഡമും തന്നിട്ട് വളരെ ജോളി അച്ഛൻ വീട്ടിൽ. കാരണം അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ഒരു തലമുറയിൽ അനുഭവിച്ചിട്ടുള്ളത് തിരുത്തണമല്ലോ. വേണം. ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് അടി വാങ്ങാൻ മാത്രമാണ്. അപ്പോൾ അതുവരെ വാതിക്കൽ നിന്നിട്ടുള്ളൂ. അപ്പോൾ എന്നെ വിളിക്കുന്നത് എന്തിനാന്നുള്ളത് അടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാരണം എന്തെങ്കിലും വീട് കാണിച്ചിട്ടുണ്ടാവും, അച്ഛനാകട്ടെ അമ്മമാരാകട്ടെ. അപ്പോൾ ആ റിലേഷൻഷിപ്പാണ് എൻ്റെ ജനറേഷനിലുള്ളത്. അപ്പോൾ അത് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് ഞങ്ങളൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. എന്തും പറയാം, ചിലപ്പോൾ തലയിൽ കയറിയിരിക്കും, ഒന്നും നോക്കി